വ്യത്യസ്തമായ പാട്ടുകൾ നിങ്ങൾ കേൾക്കാറുണ്ട്. അങ്ങനെ മനോഹരമായ പാട്ടുകൾ നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ് ആ ഗുഡ് ഈവനിങ് ഗൾഫിലൂടെ. നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് രാഹുലേട്ടൻ മാത്രമായിരുന്നു. ഇപ്പൊ ഒരു ഗസ്റ്റ് കൂടെയുണ്ട്, ജയചന്ദ്രൻ സർ. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. അതെ, ഒരു ബന്ധം കൂടി നമ്മൾ രാഹുലേട്ടൻ പറഞ്ഞു വന്നാൽ. എൻ്റെ പേര് രാഹുൽ ജയചന്ദ്രൻ എന്നാണ്. സോ ഇതെൻ്റെ അച്ഛനാണ് ജയചന്ദ്രൻ. എൻ്റെ പേര് ജയചന്ദ്രൻ. അതെ, അപ്പൊ ഇങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ടാവും. ഒന്ന് സർപ്രൈസ് ആക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചതാ. അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് നേരത്തെ രാഹുലേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛനും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛനും ഒരു പാട്ട് പാടും അല്ലേ നമുക്ക് വേണ്ടിയിട്ട്? അച്ഛൻ ഒരു പാട്ട് പാടാം. മകൻ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പഴയ ഒരു പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തീർച്ചയായും. നമുക്ക് പഴയതെന്നില്ല പുതിയതെന്നില്ല, നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് പണ്ട് ഗാനമേളയിലൊക്കെ സജീവമായിരുന്നു തിരുവനന്തപുരത്ത് കുറച്ച് ആളായിട്ട്. പിന്നെ പാട്ട് പാടും ഓബിയസ്ലി. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ലൊരു സ്റ്റേജാണ് കൊണ്ടുവരാൻ. തീർച്ചയായും നമുക്കും വളരെയധികം സന്തോഷമുണ്ട്. നാട്ടിൽ നിന്ന് ഒരു വെക്കേഷൻ ആണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് അല്ലേ, യു എയിലേക്ക്? ഒരു 2 മാസത്തേക്ക് 1.5 മാസത്തേക്ക് വന്നതാണ്. ഞാനും വൈഫും കൂടെ മകനെ കാണാൻ വേണ്ടി വന്നതാണ്. അടുത്ത മാസം ഒരു മിഡിൽ ഓഫ് ജൂൺ ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യും നാട്ടിലേക്ക്, എറണാകുളം. ഓക്കെ, അപ്പോൾ സർ എന്തൊക്കെയാണ് നാട്ടിൽ എന്താ പരിപാടി? ഞാൻ ഐ എം സ്റ്റിൽ വർക്കിംഗ് ഫോർ ടാറ്റ സ്റ്റീൽസിൻ്റെ ഒരു ഡിവിഷൻ്റെ മാർക്കറ്റിംഗ് ഹെഡാണ്. ഓൾ കേരള ഇൻചാർജാണ്. ഫ്രീലാൻസ് വർക്കാണ് ചെയ്യുന്നത്. ഇപ്പൊ ലീവ് എടുത്ത് ഒരു 1.5 മാസത്തേക്ക് ഇങ്ങോട്ട് വന്നതാണ്. ലീവ് എടുത്തിട്ട് വന്നതാണ്. അപ്പൊ രാഹുലേട്ടൻ പറഞ്ഞതുപോലെ പണ്ട് ഗാനമേളയിലെ കിങ് ആണത്ര കിങ്. അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഞാനത് 70 കാലങ്ങളിൽ 1970, 71, 72 കാലങ്ങളിൽ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വന്തമായിട്ടൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിൽ സ്ഥിരമായിട്ട് പാടുമായിരുന്നു. സ്വന്തമായി ട്രൂപ്പ് ഉണ്ട്, അതിൽ പാടും. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ വ്യത്യാസം? കിങ് ആണ്. അതെ, അതിനുശേഷം പിന്നെ ഒരു വലിയൊരു ഗ്യാപ്പ് വന്ന് ജോലി തുടങ്ങിയപ്പോൾ പിന്നെ ഇതുപോലെ വലിയ പ്രോഗ്രാമിൽ ചാൻസ് കിട്ടുമ്പോൾ പാടും. അപ്പോൾ അതിൻ്റെ ഒരു കുറവുകൾ പാട്ടിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുറവുകളൊന്നും നമുക്ക് വിഷയമേ ഇല്ല, നമുക്ക് പാട്ടാണ് മുഖ്യം. നമുക്ക് പാട്ട് ഏത് പാട്ടാണെങ്കിലും, പഴയ പാട്ടുകളാണെങ്കിലും പുതിയ പാട്ടുകളാണെങ്കിലും നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ സാറങ്ങ് പാടിയാട്ടെ. ഇത് വളരെ പഴയൊരു പാട്ടാണ്. 1970 ഇറങ്ങിയ സ്ത്രീ എന്ന സിനിമയിൽ പി ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് ദക്ഷിണമൂർത്തി സാറ് സംഗീതം നൽകി നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ വളരെ അനശ്വരമായ ഒരു ഗാനമാണിത്. അതെ, ഓക്കെ. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമസംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാര ഗാന നിർച്ചരി കേട്ടു തരിച്ചു നിന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാര ഗാന നിർച്ചരി കേട്ടു തരിച്ചു നിന്നു. നീലമാമരങ്ങളിൽ ചാരി നിന്നീളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇന്നലെയൊരു നവവാസര സ്വപ്നമായി നീ എൻ മനോമുകുരത്തിൽ വിരുന്നു വന്നു. ഇന്നലെയൊരു
നവവാസര സ്വപ്നമായി നീ എൻ മനോമുകുരത്തിൽ വീരുന്നു വന്നു. ചൈത്ര സുഗന്ധത്തിൻ്റെ താലവൃന്ദത്തിൻ കീഴിൽ മധ്യാഹ്ന മനോഹരി മയങ്ങിടുമ്പോൾ മുന്തിരിക്കുലകളാൽ നൂപുരമണിഞ്ഞെത്തും സുന്ദര വസന്തശ്രീ എന്ന പോലെ മുഗ്ധാനുരാഗത്തിൻ്റെ പാനഭജനം നീട്ടി നൃത്തവിലാസിനി നീ അരുകിൽ വന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നോളിച്ചിരുന്നു. മാമകക്കാരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമസംഗീതമായി നീ പുറത്തു വന്നു. അടിപൊളി, എത്ര മനോഹരായിട്ടാ പാടണേ. പറയാലോ, എൻ്റെ പാട്ട് വിടുന്ന ഒന്നൊന്ന് മനസ്സിലായല്ലോ. അതെ അതെ, അതാണ് ഞാനും പറയാൻ വന്നത്. അല്ല, ഞാൻ ശാസ്ത്രീയമായിട്ട് സംഗീതമൊന്നും പഠിച്ചിട്ടേ ഇല്ല. ജനിച്ചപ്പോൾ ദൈവം തന്ന ചെറിയൊരു കഴിവ് വെച്ച് ചെറുതായിട്ട് പാടുന്നു, അത്രേ ഉള്ളൂ. അയ്യോ, ചെറുതായിട്ട് ഒന്നും പറയല്ലേ, വളരെ വലുതായിട്ട്, വളരെ മനോഹരമായിട്ട് പാടി, സത്യമായിട്ടും. എനിക്ക് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനത്തിൽപ്പെട്ട ഒരു ഗാനമാണിത്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ എല്ലാ ഗാനങ്ങളും എനിക്കിഷ്ടമാണ്. പാട്ട് ഒരുപാട് കേൾക്കാറുണ്ടോ? ഒരുപാട് കേൾക്കാറുണ്ട്, ഇപ്പോഴും കേൾക്കാറുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് പാട്ട് കേട്ടുകൊണ്ടാണ് പോകുന്നത് തന്നെ. അതെ, അപ്പോൾ പണ്ടത്തെ പാട്ടുകളാണോ ഇപ്പോഴത്തെ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം? എനിക്കിഷ്ടം പണ്ടത്തെ പാട്ടുകൾ. കാരണം ഞാൻ പഴയ ഒരാളായതുകൊണ്ടായിരിക്കാം. പക്ഷേ പുതിയ പാട്ടുകളിലും നല്ല പാട്ടുകളുണ്ട്. പിന്നെ ന്യൂ ജെൻ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഫാസ്റ്റ് മ്യൂസിക്കുകൾ ഇപ്പോൾ പലതും വന്നിട്ടുണ്ട്. അത് മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് തീർച്ചയായും വളരെ നല്ലതാണ്. പക്ഷേ മെലഡീസ് കൂടുതലും പഴയ പാട്ടുകളിലാണ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, അങ്ങനെയാണ് കൂടുതലും. ശരിയാണ്. ഇപ്പോൾ ഇറങ്ങിയ പാട്ടുകൾ ഏതെങ്കിലും അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ പാട്ടുകളിൽ ജയചന്ദ്രൻ്റെ പാട്ടുകളിൽ, പുതിയതല്ല, കുറച്ച് 90s ശേഷം, അതെ 90s ശേഷം വന്നൊരു പാട്ടുകൾ. ജയചന്ദ്രൻ ഒരുപാട് വാണിജ്യരാമന്റെ കൂടെ പാടിയ പാട്ടുണ്ട്. പി ജയചന്ദ്രൻ സാറല്ലേ? പി ജയചന്ദ്രൻ സാറിന്റെ ആ പാട്ടുകളൊക്കെ നമുക്കറിയാം, എല്ലാം മൂല്യമായവയാണ്. അപ്പോൾ ആ ഒരു സമയത്തെ പാട്ടുകളൊക്കെ തന്നെ ഇഷ്ടമാണ്. ഇപ്പൊ ഇറങ്ങിയ ട്രെൻഡിങ് സോങ്സ് ആണ്. ഫാസ്റ്റ് സോങ് അങ്ങനെ മനസ്സിൽ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇല്ല, അത് കാരണം പുതിയ പാട്ടിൽ ഫാസ്റ്റ് മ്യൂസിക്, ഫാസ്റ്റ് നമ്പേഴ്സ് ആണ്. പക്ഷെ എന്നാലും നല്ല പാട്ടിലാണ്. പക്ഷെ മനസ്സിൽ നിൽക്കുന്നില്ല എന്ന കാരണം പഴയ ആളായതുകൊണ്ടാണോ എന്ന് അറിയില്ല, മനസ്സിൽ നിൽക്കുന്നില്ല. എങ്കിലും പാട്ടുകളൊക്കെയും തന്നെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ പാട്ടുകളായാലും പണ്ടത്തെ പാട്ടുകളായാലും എല്ലാം സാർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. ഗാനത്തിന് പ്രത്യേകിച്ച് കാലവ്യത്യാസമൊന്നുമില്ല. എപ്പോഴും എല്ലാ പാട്ടുകളും, എല്ലാ ഭാഷയിലുള്ള പാട്ടുകളും നല്ലതാണ്, എൻജോയ് ചെയ്യാൻ പറ്റുകയാണ്. ഈവൻ അറബിക് സോങ് പോലും ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ പണ്ട് ഗാനമേളകളിലൊക്കെ പോകുമ്പോഴും അങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും മൊമെന്റ് ഓർമ്മയുണ്ടോ പാട്ടുമായി ബന്ധപ്പെട്ട്? പാട്ടുമായി ബന്ധപ്പെട്ട് കണ്ട എൻ്റെ പേര് ജയചന്ദ്രൻ ആയതുകൊണ്ട് അന്നത്തെ കാലത്ത് ജയചന്ദ്രൻ എന്ന് പറയുന്ന ആളെ മ്യൂസിക് പ്ലേബാക്ക് സിംഗറെ അധികം ആൾക്കാരെ കണ്ടിട്ടുമില്ല. അപ്പോൾ ഗാനമേളയിൽ ജയചന്ദ്രൻ ആൻഡ് പാർട്ടിയുടെ ഗാനമേള എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അടിച്ചു വെച്ചിരുന്നു. അപ്പം പഴയ ജയചന്ദ്രനാണെന്ന് വിചാരിച്ചു, ചിലർ വിചാരിച്ചു അത് തന്നെയായിരിക്കും ജയചന്ദ്രൻ എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഭയങ്കര കയ്യടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, ആളെ അറിയാത്തത് കൊണ്ടാണോ. അതൊരു മെമ്മറബിൾ മൊമെന്റ് തന്നെയാണ് കേട്ടോ. ഞാൻ അതാ എന്തെങ്കിലുമൊക്കെ ആ പഴയ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഗാനമേളകൾ. ഇപ്പോഴത്തെ ഗാനമേള പോലെ അല്ലല്ലോ പണ്ടല്ലേ, വളരെ വ്യത്യാസം. അപ്പൊ ആ ഒരു വ്യത്യാസത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്പെഷ്യൽ എന്ന് തോന്നിക്കാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് ഒരിക്കലും. ഓക്കെ, രാവിലെ ഏട്ടാ, അപ്പോ അച്ഛൻ പാട്ടുകാരനാണ്. വേറെ ആരെങ്കിലും പാടോ വീട്ടിൽ? അമ്മ പാടും, ചേട്ടനും ഞാനും കൂടി ഒരുമിച്ചാണ് പാട്ട് പഠിക്കാൻ പോയത്. അപ്പൊ ശരിക്കും ഒരു ഗാനമേള ട്രൂപ്പ് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ രണ്ടാമത്തെ മകനാണ്. മൂത്ത മകൻ ബാംഗ്ലൂരാണ്. മൂത്ത മകനും നല്ലൊരു പാടും, പാടാൻ മടിയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ അച്ഛൻ പാടിത്തന്ന്, ചെറുപ്പത്തിൽ പാടിത്തന്ന് മനസ്സിൽ അത്രയേറെ പതിഞ്ഞാൽ അച്ഛൻ പാടി കേട്ട് ഏറെ ഇഷ്ടപ്പെട്ട അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട്? ഇതായിരിക്കും. ഞാനിത് എപ്പോഴും കേൾക്കാം, ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള പാട്ടാണ്. ഏറ്റവും കൂടുതൽ കേട്ട പാട്ടുകൾ ഇത് തന്നെയായിരിക്കും. ഇതാണ് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് അച്ഛൻ പാടുന്നത്. അതെ, അച്ഛൻ പാടുന്നത് ഫേവറേറ്റ് സോങ് ഇതാണ്. അതെ, എൻ്റെ ഫേവറേറ്റ് സോങ് ഇത് തന്നെയാണ്. അച്ഛൻ്റെയും ഫേവറേറ്റ് സോങ് എൻ്റെ ഫേവറേറ്റ് സോങ് ഇത് തന്നെയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ട ഗായകൻ ആരാ? ഇഷ്ടപ്പെട്ട ഗായകൻ യാതൊരു സംശയവും ദാസേട്ടനാണ്. പിന്നെ ജയചന്ദ്രൻ തീർച്ചയായിട്ടും ഭാവഗായകൻ. വളരെ അനായാസമായിട്ട് മെലഡി പാടാൻ
ദാസേട്ടൻ ജയചന്ദ്രൻ സാറിന്. അതെ 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 അതെ, സാറിന്റെ ആ ഒരു വിയോഗം നമുക്കൊരു നഷ്ടം തന്നെയാണ്. അതെ ഭയങ്കര നഷ്ടമാണ് അത്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്കൊരു ആ ഒരു മെമ്മറീസ് ഒക്കെയും പഴയകാല മെമ്മറീസ് ഒക്കെയും അങ്ങനെയാണെങ്കിൽ പോലും എല്ലാം കൊണ്ടും നമുക്ക് സാറിന്റെ നമ്മുടെ ഈ എപ്പിസോഡിലേക്കുള്ള ആ ഒരു വരവ് തന്നെ വളരെ ഗംഭീരമായിട്ടുണ്ട്. നമുക്കും വളരെയധികം സന്തോഷം. കാരണം ഒരു വെക്കേഷന് ഇവിടെ UAE ഇവിടെ ഒരു 1.5 മാസത്തേക്ക് വന്നതില് നമ്മുടെ അടുത്തേക്ക് വന്ന് ഇവിടെ ഒരു പാട്ടൊക്കെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി പാടി അങ്ങനെ ഓരോ ഓർമ്മകളൊക്കെ പങ്കുവച്ചത് നമുക്കും വളരെയധികം സന്തോഷം. വളരെ താങ്ക്സ്. മാത്രമല്ല എൻ്റെ NTVയുടെ എല്ലാ സംഘാടകർക്കും ഇവിടെ ആങ്കർ ചെയ്യുന്ന ചാന്ദ്രി മാഡത്തിനും ഞാൻ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇങ്ങനൊരു ചാൻസ് കിട്ടി. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ പാട്ട് ഒരു ലൈവ് ഓർക്കസ്ട്രയിൽ കരോക്കിയിൽ പാടാൻ സാധിച്ചത്. വളരെ സന്തോഷം, വളരെ താങ്ക്സ്. അതെ, നമുക്കിവിടെ UAE എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛനെ കൊണ്ടൊന്ന് പാടിക്കൊരാളിട്ടാ ഈ ടൈം അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഇനി വരുമ്പോഴാണെങ്കിലും അല്ലേ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അച്ഛനെ ഒന്നുകൂടെ നമ്മൾ ഗാനമേള ട്രൂപ്പിലേക്ക് അങ്ങ് കയറ്റി. ഓക്കെ, അങ്ങനെ ഒരു ഇത് ഉണ്ടാവട്ടെ. ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നു. ആ പ്രോഗ്രാം കാണാൻ എനിക്കും കൂടെ പറ്റട്ടെ. ഓക്കെ, വളരെ താങ്ക്സ്, വളരെ താങ്ക്സ്. വളരെ കാണികൾക്കെല്ലാം എൻ്റെ താങ്ക്സ് പറയുന്നു. വളരെ താങ്ക്സ്. അതെ, വളരെ